സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ജിമിക്കിയുടെ ബേസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുത്താലോ. മുകളിൽ കാണുന്ന പോലെ ഫ്ലവർ ക്യാപ്പാണ് ഒന്ന് ആദ്യം ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫ്ലവർ ക്യാപ്പ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കമ്മലൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കും കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ റൈപ്പിംഗ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗുങ്കുരു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജിമിക്കിയുടെ ബേസ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഗോൾഡൻ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് ലൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിടത്തൊരു വിഷമിക്കേണ്ട കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേജ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും പഠിക്കാം കേട്ടോ. ഇനി ഇതുപോലെ 2 ലക്ഷ്മി ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ കമ്മലിൻ്റെ സ്റ്റഡ് ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന സിസ്കെ കുന്നൻ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 6 പെറ്റൽസ് ആദ്യം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ വീണ്ടും 6 പെറ്റൽസ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു 3 mm സൈസിൽ വരുന്ന റൗണ്ട് ക്ലിപ്പ് സ്റ്റോൺ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കമ്മലിൻ്റെ സ്റ്റഡ് ഒന്ന് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബാക്കിൽ സ്റ്റഡ് ബേസും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ആ ലൂപ്പ് താഴേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റഡ് ബേസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ കാണുന്ന പോലെ ആ ലൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇയറിംഗ് ആണ്. കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി ആ ഒരു ബേസിൽ കുറച്ച് പണിയും കൂടി ഉണ്ട്. ഇവിടെ 4K വരുന്ന ഡ്രോപ്പ് ഷേപ്പ് കുന്നൻ സ്റ്റോൺ വെച്ചിട്ട് താഴ്ഭാഗം കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു കമ്മൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ആക്കി വെച്ചോളൂ. ഇനി ഇത് വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ വാങ്ങാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.